പ്രിയമുള്ളവരെ, നമസ്കാരം. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ റമദാൻ ആശംസകൾ. ഈ മാസത്തെ ചാന്ദ്രവർഷ പ്രകാരം കണക്കനുസരിച്ച് 9ാമത്തെ മാസമായി വരുന്ന റമദാൻ മാസത്തെ പുണ്യമാസമായി ഇസ്ലാമിക വിശ്വാസികൾ ആചരിക്കുന്നതിൻ്റെ ഒരു കാരണം വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നതുകൊണ്ടാണ്. മനുഷ്യരിൽ സ്നേഹവും കരുണയും ദയയും ഒക്കെ ചേർത്ത് പിടിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലം. ഏറെ പുണ്യം നിറഞ്ഞ കർമ്മമായി ഈ മാസത്തെ നോയമ്പിനെ കണക്കാക്കുന്നതിൻ്റെ ഒരു കാരണം തീർച്ചയായും അത് ഉയർത്തിപ്പിടിക്കുന്ന, അതിൽ ഉൾച്ചേർന്നിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ തന്നെയായിരിക്കണം. ലോകത്തെമ്പാടും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാനും സമത്വവും സാഹോദര്യവും ഒക്കെ നിലനിർത്തുവാനും ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ? മതങ്ങളുണ്ടോ? എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് ഈ സ്നേഹവും സാഹോദര്യവും സമത്വവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇന്ന് നമുക്കറിയാം മത വൈചിത്യങ്ങളില്ലാതെ എല്ലാവരും മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം ഇഫ്താർ വിരുന്നുകളും അതുപോലെ ധാരാളം പേർ നോയമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. വടക്കേ മലബാറിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ വളരെ ചെറുപ്പത്തിലെ ഓർമ്മകളിലൊക്കെ വളരെ നല്ല ഓർമ്മകളായി ഈ നോയമ്പ് കാലവും ഇഫ്താറും അത് കഴിഞ്ഞുള്ള പെരുന്നാൾ ആഘോഷങ്ങളുമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ്താർ, ഈദ്, ഈ റമദാൻ കാലത്തെ എല്ലാ നോയമ്പുകളും അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു നോയമ്പെടുക്കുകയും അതുപോലെ ചെറിയൊരു ഇഫ്താർ വിരുന്നൊക്കെ വീട്ടിലൊരുക്കുകയും ചെയ്യുന്നൊരു ശീലമുണ്ട് കുറേ കാലമായിട്ട്. ഈ വിധത്തിൽ എല്ലാ മനുഷ്യരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുവാൻ സാധിക്കുക എന്ന ഒരു പ്രത്യാശ നൽകുന്ന മാസം കൂടിയാണിത്. മനുഷ്യർക്ക് ഈ മനുഷ്യജന്മം എന്നത് എത്ര മഹത്തായ ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സകല ജീവജാലങ്ങളോടും കരുണയുള്ളവരായി സഹാനുഭൂതിയുള്ളവരായി ജീവിക്കുവാൻ എന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ റമദാനിൽ ഉള്ള ആശയങ്ങളിൽ ഏറ്റവും മഹത്തരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, സമ്പത്തിനോട് എത്ര ആർത്തിയുള്ളവനും തൻ്റെ സമ്പത്തിൽ മിച്ചം വരുന്നത് അത് അർഹതപ്പെട്ടവനില്ലാത്തവന് നൽകിക്കൊണ്ട് അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ആ വിധത്തിൽ നമുക്ക് പൊതുവേ ഇപ്പോഴെപ്പോഴും പറയുന്നത് മറ്റുള്ളവരുടെ വേദനയെ മനസ്സിലാക്കാൻ സാധിക്കാത്ത, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ഒപ്പം നിർത്താൻ സാധിക്കാത്ത ഒരു മനുഷ്യ ലോകം എത്ര ചിന്തിക്കാനാവാത്തതാണ്. അപ്പോൾ ആ വിധത്തിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും എല്ലാവരും ഒന്നാണെന്നും സാഹോദര്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഈ നോയമ്പ് കാലത്ത് എന്നും ഇത്തരം സാഹോദര്യവും സമത്വവും സന്തോഷവും ഒക്കെ എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ അഹ്ലൻ റമദാൻ എന്ന പരിപാടിയിലൂടെ റമദാനിലെ 30 ദിവസങ്ങളും റമദാൻ സന്ദേശങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലെത്തുക എന്ന ഈ ഒരു ആശയം അവതരിപ്പിക്കുന്ന BMCയുടെ സംഘാടകർക്ക്, ഇതിൻ്റെ പ്രവർത്തകർക്ക് പ്രത്യേകം അനുമോദനം അറിയിക്കുന്നു. ഈ പരിപാടിയിലൂടെ നിങ്ങളുമായി സംവദിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ ആശംസകൾ. നന്ദി.
skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.